നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു വി ഭാസ്കർ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ദന്തപരിപാലനത്തെക്കുറിച്ചും പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. സാധാരണയായി കേൾക്കുന്ന മിഥ്യാധാരണകളും അവയുടെ വസ്തുതകളും എന്തൊക്കെയാണ്? പല്ല് നന്നായാൽ പാതി നന്നായി, എല്ലു മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം എന്നീ പഴഞ്ചൊല്ലുകൾ നമുക്ക് സുപരിചിതമാണ്. പല്ലിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് ഇവ. പക്ഷേ ദന്ത ആരോഗ്യത്തെപ്പറ്റിയും ദന്തപരിചരണത്തെ പറ്റിയും അതേപോലെ തന്നെ ദന്ത ചികിത്സകളെ പറ്റിയും പലതരം മിഥ്യാധാരണകൾ കാലാകാലങ്ങളായി നമുക്ക് നിലവിലുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അതായത് പൊതുവായ ആരോഗ്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ദന്താരോഗ്യം. അതുകൊണ്ട് തന്നെ ശരിയായ ശാസ്ത്രീയമായ അറിവുകൾ നമുക്ക് ദന്താരോഗ്യത്തെപ്പറ്റി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ പല്ലുവേദന ഇല്ലെങ്കിൽ ദന്ത ഡോക്ടറെ കാണേണ്ടതില്ല എന്ന ധാരണ ശരിയാണോ? ഒരിക്കലുമല്ല. പല്ലുവേദന എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഘട്ടമാണെന്ന് നമുക്ക് പറയാം. പൊതുവെ പല ദന്തരോഗങ്ങളും വേദന ഇല്ലാതെയാണ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ദന്തക്ഷയം എടുക്കാം, അല്ലെങ്കിൽ പല്ലിന്റെ കേട്. സാധാരണ ഇത് പല്ലിന്റെ ഇനാമലിലാണ് ആദ്യം ബാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പല്ലിന്റെ ഉള്ളിലേക്ക് വ്യാപിക്കുന്നു. നമുക്ക് പല്ലിന് 3 ഭാഗങ്ങളുണ്ട്: ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്. ഇത് നമുക്ക് നമ്മൾ കഴിക്കുന്ന മുട്ടയോട് സദൃശ്യപ്പെടുത്താം. മുട്ടയ്ക്ക് ഒരു ആവരണമുണ്ട്. അതിനുള്ളിൽ വെള്ളക്കരുവുണ്ട്. അതിനും ഏറ്റവും ഉള്ളിലായിട്ട് മഞ്ഞക്കരുവുണ്ട്. ഈ മഞ്ഞക്കരുവിലാണ് മുട്ടയുടെ ജീവൻ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പല്ലുകളും. നമ്മുടെ പല്ലിന് ഏറ്റവും പുറമേയുള്ള ആവരണമാണ് ഇനാമൽ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടിയേറിയ വസ്തുവാണ് ഈ ഇനാമൽ. അതേപോലെ തന്നെ അതിന്റെ ഉൾഭാഗമാണ് ഡെന്റിൻ. അത് നമുക്ക് വെള്ളക്കരുവിനോട് സദൃശ്യപ്പെടുത്താം. ഇതേപോലെ ഇത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലേക്കാണ് പല്ലിന്റെ ഞരമ്പുകളും നാഡികളും ഉള്ള പൾപ്പ് അല്ലെങ്കിൽ പല്ലിന്റെ ജീവൻ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പല്ല് കേട് തുടങ്ങുന്നത് ഇനാമലിലാണ്. അത് താഴേക്ക് വ്യാപിച്ചിട്ട് ആണ് പൾപ്പിലെത്തുന്നത്. അപ്പം ഇനാമലിന് കേട് വന്നാൽ സാധാരണ വേദനയോ പുളിപ്പോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷെ അത് വ്യാപിച്ച് ഡെന്റിനുള്ളിലേക്ക് വന്നാൽ ചെറിയ പുളിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. അതേപോലെ ഇത് പിന്നെയും ഉള്ളിലേക്ക് ബാധിച്ച് പൾപ്പ്, അതായത് പല്ലിന്റെ ജീവനിൽ എത്തുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് അത് അനുഭവപ്പെടുന്നത്. അപ്പൊ ശരിക്കും ഈ പല്ല് വേദന എന്ന് പറയുന്നത് ഈ ദന്തക്ഷയത്തിന്റെ അവസാന ഘട്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ വായിലെ ക്യാൻസർ, വദനാർബുദം, അത് സാധാരണഗതിയിൽ വേദനയില്ലാത്ത വ്രണങ്ങളോ അല്ലെങ്കിൽ മുഴകളോ ആയിട്ടാണ് തുടക്കത്തിൽ അത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു 6 മാസത്തിൽ ഒരിക്കൽ ദന്ത ഡോക്ടറിനെ കണ്ടിട്ട് ശരിയായ പരിശോധന നടത്തി എന്തെങ്കിലും ദന്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. വേദന വരെ ഒരിക്കലും വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. അതാണ് നമ്മുടെ പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, അതുപോലെ ദന്തൽ ക്ലിനിക്കിൽ പല്ല് ക്ലീൻ ചെയ്താൽ പല്ലിളകും, പല്ലിന്റെ ഇനാമൽ പോകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? ഇതും ഒരു വളരെ തെറ്റായ ഒരു അറിവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡെന്റൽ ക്ലിനിക്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്കെയിലിംഗ് അല്ലെങ്കിൽ ഡെന്റൽ ക്ലീനിങ് നടത്തുക എന്നുള്ളത് പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കക്ക അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറയും, ഇതിനെ എടുത്ത് കളയുക എന്ന് മാത്രമാണ്. ഈ കക്ക ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു വസ്തുവല്ല. നമ്മുടെ പല്ലിൽ ആഹാര അവശിഷ്ടങ്ങൾ ഇരുന്ന് അതിലേക്ക് അണുക്കൾ കയറി ഇരിക്കുന്ന ഒരു പശ പോലെ ഒറ്റിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നത്. ഇത് സാധാരണ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും പോകുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പ്ലാക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നില്ലെങ്കിൽ ആ പ്ലാക്ക് അവിടെ അടിഞ്ഞിരുന്ന് അതിൽ മിനറൽസ് ഒക്കെ കൂടിയിരുന്ന് അത് കട്ടിയുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നു. കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നു. ഈ വസ്തു പല്ലിനും അതേപോലെ തന്നെ മോണയ്ക്കും ഹാനികരമായ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ക്ലീനിങ്ങിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പല്ലില്
ബ്രഷ് ചെയ്താൽ പോകാത്ത കാൽക്കുലസിനെ എടുത്തു കളയുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പല്ലിൽ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പല്ലിന് തേയ്മാനമോ അല്ലെങ്കിൽ ഇനാമൽ നഷ്ടപ്പെടുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പല്ല് കാൽക്കുലസ് ഇരുന്ന് കഴിഞ്ഞാൽ പല്ലിന് ചെറിയ ഒരു പല്ലിനെ ദ്രവിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പല്ല് ക്ലീൻ ചെയ്താൽ ചിലപ്പം ചിലർക്ക് പുളിപ്പ് അനുഭവപ്പെടാം. പക്ഷെ അത് ശരിയായ ദന്തപരിചരണത്തിലൂടെ അത് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ശരിക്കും തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഇതേപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ ബ്രഷിങ്ങിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ശരിയായ ബ്രഷിംഗ് നടത്തുന്നത്? നമുക്ക് പൊതുവെ മലയാളികൾക്ക് 2 നേരം കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലേ. പക്ഷെ എത്ര പേര് 2 നേരം പല്ല് തേക്കും? അപ്പൊ ശരിക്കും പല്ല് തേക്കുന്നത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന ശരിയായ രീതി എന്ന് പറയുന്നത് 2-2-2 റൂളുണ്ട്, അത് നിയമങ്ങളുണ്ട്. 3-2 നിയമങ്ങളുണ്ട്. അത് ഒന്നാമത്തേതെന്ന് വെച്ചാൽ 2 നേരം പല്ല് തേക്കുക എന്നുള്ളതാണ്. ഈ പല്ല് തേക്കുന്നത്, രാവിലെ പല്ല് തേക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാന്ന് പറയാം. പക്ഷേ രാത്രിയിൽ പല്ല് തേക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. കാരണം രാത്രിയിൽ ഉമിനീരിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ ദന്തരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാകും. അതേപോലെ തന്നെ 2 മിനിറ്റ് ശരിയായ രീതിയിൽ പല്ല് തേക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ പേസ്റ്റ് എന്തുമാത്രം എടുക്കുന്നു എന്നുള്ളതല്ല, ഒരളവിൽ, ഒരു നിശ്ചിത അളവിൽ ശരിയായ രീതിയിൽ പല്ല് തേക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കുട്ടികൾക്ക് വട്ടത്തിൽ ബ്രഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതേപോലെ മുതിർന്നവർക്ക് നമ്മൾ പറയുന്നത് ഒരു പല്ലിനും മോണയ്ക്കും ഇടയിൽ ബ്രഷ് വെച്ച്, ഒരു ചെരിച്ച് ബ്രഷ് വെച്ചിട്ട് മുകളിലത്തെ പല്ലുകൾ താഴേക്കും താഴത്തെ പല്ലുകൾ മുകളിലേക്കും ചവയ്ക്കുന്ന ഭാഗം ഉൾപ്പെടുത്തുക, പല്ലിന്റെ ഉൾവശം ഉൾപ്പെടുത്തുക. ഇങ്ങനെ ശരിയായ രീതിയിൽ ഒരു 2 മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതി. നമ്മൾ ഈ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നതിൽ കാര്യമുണ്ട്, അതുപോലെ പേസ്റ്റ് വാങ്ങുന്നതിൽ കാര്യമുണ്ട്, പേസ്റ്റ് എടുക്കുന്ന അളവിൽ കാര്യമുണ്ട്, പല്ല് തേക്കുന്ന രീതിയിലും കാര്യമുണ്ട്. നമ്മൾ ബ്രഷ് വാങ്ങുന്ന സാധാരണ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആണ് നമ്മൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ടൂത്ത് ബ്രഷുകളുണ്ട്. ഹാർഡ് ടൂത്ത് ബ്രഷ്, സോഫ്റ്റ്, മീഡിയം ടൂത്ത് ബ്രഷുകളൊക്കെ ഉണ്ട്. അതിൽ സോഫ്റ്റ് ആണ് എപ്പോഴും നമ്മുടെ പല്ലുകൾക്കും മോണയ്ക്കും നല്ലത്. ഹാർഡ് ടൂത്ത് ബ്രഷ് ഒരുപാട് നാൾ നല്ല ബലത്തിൽ ഉപയോഗിച്ചാൽ പല്ലുകൾക്ക് തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പേസ്റ്റ്, നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ആണ് പല്ലുകൾക്ക് കുറച്ചുകൂടി കേട് വരാനുള്ള സാധ്യത കുറയ്ക്കുന്ന പേസ്റ്റ് ആണ്. ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അത് എടുക്കുന്ന അളവെന്ന് വെച്ചാൽ നമുക്കൊരു 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അരിമണിയുടെ അത്രയും പേസ്റ്റ് മതി. നമ്മൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഗ്രീൻ പീസിന്റെ പകുതി, അത്രയും എമൗണ്ട് മതി. പിന്നെ 6 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു ഗ്രീൻ പീസിന്റെ അത്രയുമുള്ള പേസ്റ്റ് അത്രയും ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഈ പേസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലരും പേസ്റ്റ് ബ്രഷിന്റെ മേളില് ഒരറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര എമൗണ്ട് എടുക്കുന്നോ അത് ബ്രഷിന്റെ ഉള്ളിലാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചോ ബ്രഷിന്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുമ്പോഴത്തേക്കുമാണ് ഈ പല്ലിന്റെയും മോണയുടെയും ഭാഗത്ത് പല്ലിന് തേയ്മാനം വരും, മോണ ഇറക്കം സംഭവിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ശരിയായ ബ്രഷ് വാങ്ങുന്നതിൽ ശ്രദ്ധിക്കണം, പേസ്റ്റ് വാങ്ങുന്നതിൽ ശ്രദ്ധിക്കണം, അതുപോലെ ശരിയായ രീതിയിൽ പല്ല് തേക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഞാൻ 3-ാമത്തെ 2ന്റെ കാര്യം പറയാം. അത് വർഷത്തിൽ 2 പ്രാവശ്യം ദന്ത ഡോക്ടറിനെ കണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ട് എന്ന്, ദന്തരോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇതാണ് സാധാരണ ബ്രഷിങ്ങിനെ പറ്റിയുള്ള നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. നമ്മോടൊപ്പം എറണാകുളത്ത് നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഡോക്ടറോട് സംസാരിക്കാം. കൂടുതലായിട്ട് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ പല്ല് തേഞ്ഞു പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് തേയ്മാനത്തിന്റെ അളവനുസരിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലും നമ്മുടെ ബ്രഷിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നതാണ് പ്രധാന കാരണം. അത്
സാധാരണഗതിയിൽ അത് കോമ്പോസിറ്റ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ GIC എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്, അടയ്ക്കാവുന്നതാണ്. ആ ഒരുപാട് ആ കേട് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കണ്ടത് റൂട്ട് കനാൽ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് ആ ചികിത്സയുണ്ട്. തീർച്ചയുണ്ട്. താങ്ക് യു. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. ഡോക്ടർ, അതുപോലെ ചാർക്കോൾ, ബേക്കിംഗ് സോഡ, നാരങ്ങ ഇങ്ങനെ ചില വസ്തുക്കൾ ഉപയോഗിച്ച് പല്ല് തേച്ചാൽ കൂടുതൽ വെള്ള നിറം വരും എന്നൊരു ധാരണയുണ്ട്. ഇതിൽ എത്രമാത്രം ശരിയുണ്ട്? നമുക്ക് എപ്പോഴും അഡ്വർടൈസ്മെന്റിൽ കാണുന്നതാണല്ലേ ഉപ്പ് ചേർന്ന പേസ്റ്റ്, ചാർക്കോൾ പേസ്റ്റ്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഉമിക്കരിയൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഉമിക്കരി, ചകിരി അതൊക്കെ ഉപയോഗിച്ച് ആണ് പല്ല് തേക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആയുർവേദ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും ഇതില് ഉമിക്കരി ഉപയോഗിക്കുകയാണെങ്കിൽ ഉമിക്കരിക്ക് തരി കൂടുതലാണ്. അപ്പം അതൊരു അബ്രേസീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പല്ലിന് തേയ്മാനം വരുത്തുന്ന ഒരു ഘടകമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഒരു പൽപ്പൊടി അല്ലെങ്കിൽ പേസ്റ്റിന് തരികൾ കുറവായിരിക്കും. അപ്പൊ പല്ലിനെ കേട് വരുത്തുന്ന ഒരു തരികളൊന്നും ഉണ്ടാവില്ല. അപ്പം ചാർക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഉമിക്കരി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് പ്രശ്നം. പിന്നെ ഉപ്പെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ പല്ലിന് ഗുണത്തെക്കാളും ദോഷം ചെയ്യുന്നതാണ്. മോണയ്ക്ക് വീക്കൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം വായിക്കൊള്ളാം. പക്ഷെ പല്ലിൽ ഡയറക്റ്റ് ആയിട്ട് തേച്ചാൽ ഇനാമലിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുകയും ഇനാമലിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കി ബേക്കിംഗ് സോഡ അതെല്ലാം ഇനാമലിന് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത കൂട്ടുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കുന്ന പേസ്റ്റിലോ എല്ലാ കാര്യം നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതുപോലെ പല്ലെടുത്തു കഴിഞ്ഞാൽ കാഴ്ച കുറയുമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അതിലുള്ള സത്യാവസ്ഥ എന്താണ്? ഒരിക്കലും അങ്ങനത്തെ ഇതൊക്കെ ശരിക്കും മിഥ്യാധാരണകൾ തന്നെ എന്ന് പറയാം. സാധാരണഗതിയിൽ പല്ല് ഞരമ്പിനോടൊക്കെ അടുത്താണ് കിടക്കുന്നത്. പക്ഷേ ഒരിക്കലും പല്ല് എടുക്കുന്നത് കൊണ്ട് കാഴ്ച കുറഞ്ഞു പോകുന്ന അവസ്ഥയില്ല. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഇമ്പാക്ട് തേർഡ് മോളാർ, വിസ്ഡം ടൂത്ത് ഒക്കെ എന്ന് വെച്ചാൽ ഞരമ്പിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് അതൊരു ഡയഗ്നോസിസ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പം നെർവ് ഡാമേജ് വരുത്താം. പക്ഷെ എന്നാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ശരിയായ രീതിയിലുള്ള രോഗനിർണയം നടത്തി പല്ലെടുത്താൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പല്ലെടുത്താൽ കാഴ്ച നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതൊക്കെ തികച്ചും ഒരു അശാസ്ത്രീയമായ ഒരു ചിന്താഗതി തന്നെയാണെന്ന് പറയാം. ഡോക്ടർ, നമ്മോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. കൊല്ലത്ത് നിന്ന് കിരണാണ്. കിരൺ ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എത്ര മാസം കൂടുമ്പോൾ നമുക്ക് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് പല്ല് ക്ലീൻ ചെയ്യേണ്ടത്. അത് ചിലർക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും ഈ കാൽക്കുലസ് അല്ലെങ്കിൽ അഴുക്കടിയുന്നത്. അപ്പം ഡോക്ടർ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നത്. അതായത് 6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ നഷ്ടപ്പെടുമോ? കുറച്ച് മുന്നേ ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒരിക്കലും ഇനാമൽ നഷ്ടപ്പെടില്ല. നമ്മൾ ഈ അഴുക്കിരിക്കുമ്പോഴത്തേക്കും ഇനാമൽ ചെറിയ തേയ്മാനം സംഭവിക്കാം. പക്ഷെ ഈ അഴുക്കിനെ അല്ലെങ്കിൽ കാൽക്കുലസ് അല്ലെങ്കിൽ കക്ക അതിനെ എടുത്ത് കളയുക മാത്രമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലീനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് ഇനാമലിന് ഒരു ദോഷവും വരുത്തുന്നതല്ല. എന്തുകൊണ്ടാണ് പല്ലിൽ തേഞ്ഞു വരുന്നത്? തേഞ്ഞു വരുന്ന പല കാരണങ്ങളുണ്ട് പല്ലിന് തേയ്മാനം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഫോൾട്ടി ബ്രഷിങ്, നമ്മൾ ബ്രഷ് ചെയ്യുന്നത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്. ശരിക്കും മുകളിലെ പല്ലുകൾ മുകളിൽ നിന്ന് താഴേക്കും, താഴത്തെ പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കുമാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു സൈഡിൽ ഒരുപാട് അമർത്തി തേക്കുമ്പോഴത്തേക്കും ഇനാമലിന് തേയ്മാനം സംഭവിക്കാം. രണ്ടാമത് ചിലർക്ക് പല്ല് ഇറുമ്പുന്ന സ്വഭാവമുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോഴത്തേക്കും അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് പല്ലിന് ചവയ്ക്കുന്ന ഭാഗത്ത് തേയ്മാനം സംഭവിക്കാം. അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്കും പല്ലിന് തേയ്മാനം സംഭവിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പല്ലിന് തേയ്മാനം സംഭവിക്കാം. അപ്പൊ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പല്ല് തേയ്മാനം സംഭവിക്കാനുള്ള കാരണങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ ഗർഭകാലത്ത് പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്
പ്രസവ വേദനയെക്കാളും ഏറ്റവും വേദന കൂടിയതാണ് പല്ലുവേദന എന്ന്, അല്ലേ? ഇത് ശരിക്കും നമ്മൾ പക്ഷേ ഇതിനൊരു പ്രോപ്പർ പ്ലാനിങ് വേണം ഒരു ഗർഭകാലത്ത് ഗർഭിണികൾക്ക് ദന്ത ചികിത്സ ചെയ്യുന്നതിന്. അതായത് ആദ്യത്തെ അതായത് 3 മാസം അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ രോഗനിർണയമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. കാരണം ആദ്യത്തെ 3 മാസങ്ങളിൽ ഛർദി, ഓക്കാനം അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ദന്ത ചികിത്സ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ രണ്ടാമത്തെ അല്ലെങ്കിൽ 3 മുതൽ 6 മാസം വരെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ശരിക്കും ഗർഭിണികൾക്ക് ദന്ത ചികിത്സയ്ക്ക് അനുയോജ്യമായ സമയം. പക്ഷേ ഈ 6 മുതൽ 9 മാസം വരെ ഈ ഡെന്റൽ ചെയറിൽ കിടക്കാനോ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഡെന്റൽ ട്രീറ്റ്മെന്റിന് പറയുന്നത്. പക്ഷേ എത്ര എമർജൻസി, അതായത് പല്ല് വേദന, പഴുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏത് ട്രൈമസ്റ്റർ ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതേപോലെ തന്നെ ഗർഭിണികൾക്ക് ഹോർമോണൽ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ദന്തക്ഷയത്തിനും മോണരോഗത്തിനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഗർഭിണികൾ ശരിയായ രീതിയിൽ തന്നെ, സത്യം പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആകുന്നതിന് മുന്നേ, അതായത് കുഞ്ഞിനൊരു പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സമയം തൊട്ടേ ദന്താരോഗ്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഗർഭിണികളിൽ ഒരിക്കലും ദന്ത ചികിത്സ മാറ്റി നിർത്താനാവുന്ന ഒന്നല്ല. ഡോക്ടർ, നമ്മോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാഹുലാണ്. ഷാഹുൽ ഡോക്ടറോട് സംസാരിക്കാം. ഹലോ. നമസ്കാരം. ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. അതെ, ഈ പല്ല് പുളിപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ നരമ്പ് മുറിച്ച് മാറ്റുന്നുണ്ടോ? പിന്നെ അതുപോലെ പേസ്റ്റ്, പലവിധ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് മോണക്കോ പല്ലിനോ പ്രശ്നം ഉണ്ടാവുമെന്ന്? ഓക്കെ, പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് പല്ലുപുളിപ്പിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഹലോ, പല്ല് പുളിപ്പിന്റെ കാര്യമാണ് അധികം. പല്ലുപുളിപ്പിന് സത്യം പറഞ്ഞാൽ നമ്മളിപ്പം രണ്ട് പ്രേക്ഷകരുടെ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി പറയാം. പല്ല് പുളിപ്പിനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് പല്ലുപുളിപ്പിന് ഒരുപാട് കാരണങ്ങളുണ്ട് പല്ലുപുളിപ്പിന്. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക, ആഹാരം നല്ല ആഹാരം കഴിക്കുക ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ പല്ലിന്റെ പുളിപ്പിന് വ്യത്യാസം വരാം. അതിനുള്ള ചികിത്സകളുണ്ട്. സത്യം പറഞ്ഞ പ്രതിരോധം തന്നെയാണ് ഇതിനകത്ത് ഈ പുളിപ്പ് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത്. അതായത് ഒരുപാട് ബലത്തിൽ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് അസിഡിക് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ പല്ല് തേയ്മാനം വരാൻ സാധ്യത കൂടുതലും. മെജോറിറ്റി ഒരു 90% പേർക്കും പല്ല് തേയ്ക്കുന്നത്, അമർത്തി തേയ്ക്കുന്ന ശരിയായ രീതിയിലല്ലാതെ പല്ല് തേയ്ക്കുന്നത് തന്നെയാണ് ഒരു 90 പേർക്കും പല്ലിന് തേയ്മാനം, അതായത് സൈഡിൽ നിന്ന് തേയ്മാനം വരാനുള്ള സാധ്യത കൂട്ടുന്നത്. രണ്ടാമതായി റൂട്ട് കനാൽ ചികിത്സയെ പറ്റി. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പല്ലിന് 2 ഭാഗങ്ങളുണ്ട്. അതായത് നമ്മൾ വായ്ക്കുള്ളിൽ കാണുന്ന ക്രൗൺ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതേപോലെ തന്നെ പല്ല് എല്ലിനുള്ളിലാണ് ഇരിക്കുന്നത്. ആ എല്ലിനെ പിടിച്ചു നിർത്തുന്ന റൂട്ട് എന്ന് പറയുന്ന പല്ലിന്റെ വേരിനെയാണ്. ഈ പല്ലിനെ ക്രൗൺ പോർഷനിലും അതേപോലെ റൂട്ടിലും പൾപ്പ് എന്ന് പറഞ്ഞ പല്ലിന്റെ ജീവനുണ്ട്. ഇതില് ഞരമ്പുകളും നാഡികളുമാണുള്ളത്. അപ്പം ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേട് പൾപ്പിനെ ബാധിക്കുമ്പോഴാണ്. അതായത് ഇനാമലിനെ ബാധിച്ചു, ഡെന്റിനെ ബാധിച്ചു, അത് പൾപ്പിലേക്ക് എത്തി അത് വ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിക്കുന്നത്. അതായത് പല്ലിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഓൾറെഡി പൾപ്പിനുള്ളിലെ ഞരമ്പുകളും നാടുകളും ഒക്കെ നശിച്ചിരിക്കുന്നു. നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വെച്ചാൽ വേരിനുള്ളിലെ പൾപ്പും കൂടി എടുത്ത്, ആ നിർജീവമായ വേരിനുള്ളിലെ പൾപ്പ് എടുത്ത് കളയുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, അവിടെ അടയ്ക്കുന്നു. നമ്മൾ കാണുന്ന ഭാഗത്ത് അടയ്ക്കുന്നത് പോലെ തന്നെ വേരിനും കൂടി അടയ്ക്കുന്നതിനാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്. അത് പല്ലിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ പല്ലിന് ഞരമ്പിനെ കട്ട് ചെയ്യുന്നതോ ട്രീറ്റ്മെന്റേ ഒന്നും അല്ല. ഇതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. മൂന്നാമത് എന്തായിരുന്നു ചോദിച്ചത്? ഒന്നും കൂടി ഒന്ന് പറയുമോ? പല പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടും അതുപോലെ തന്നെ ഈ ഉപ്പ് ഇട്ട വെള്ളം നമ്മൾ ഇങ്ങനെ ആക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കാനുണ്ട്.
ഉപ്പെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് മോണരോഗത്തിനൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് ഉപ്പുവെള്ളം വായിക്കൊള്ളാം. പക്ഷെ അതെപ്പോഴും പല്ലിന് തേയ്മാനം വരാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ഉപ്പിട്ട് പല്ല് തേക്കുക എന്നുള്ളത്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചികിത്സ അല്ലെങ്കിൽ പ്രതിവിധി മാത്രമാണ് ഉപ്പിന്റെ ഒക്കെ ഉപയോഗം. വ്യക്തമാണ് ഡോക്ടർ. ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു വി ഭാസ്കറാണ് നമുക്കും ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.